നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുവാൻ പോകുന്നത് ഭസ്മം ധരിക്കേണ്ട ശരിയായ രീതി എന്താണ്, നമ്മൾ എങ്ങനെ ഭസ്മം ധരിച്ചാലാണ് അതിൻ്റെ പരിപൂർണമായ ഫലം നമ്മളിലേക്ക് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. പണ്ട് കാലത്തെല്ലാം നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് ഒരു മരത്തിൻ്റെ പെട്ടിയിൽ കുറച്ച് ഭസ്മം ഇട്ടിട്ടുണ്ടാകും. ആ ഭസ്മം നമ്മൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ് കുളിക്കുന്നോ ഇല്ലയോ, പക്ഷെ നമ്മൾ കയ്യും മുഖവും എല്ലാം കഴുകിയിരിക്കുന്ന സമയത്ത് വേഗം പോയി ഭസ്മം ഇടും. അതുപോലെ തന്നെ സന്ധ്യാസമയമാകുമ്പോഴും നമ്മൾ ഭസ്മം ധരിക്കും. അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ വീട്ടിലെല്ലാവരും പറയും എപ്പോഴും ഭസ്മം ഇടണം എന്ന് പറഞ്ഞാൽ പോലും കേൾക്കാത്തവർ ഇന്ന് ജീവിത അനുഭവങ്ങളിലൂടെ ഭസ്മം ധരിക്കാത്ത ഒരു ദിവസമില്ല എന്നാണ് പറയുന്നത്. ഭസ്മം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശുദ്ധമായ ഭസ്മം കിട്ടുന്നുണ്ടോ എന്നെല്ലാം സംശയമുണ്ട്. ശുദ്ധമായ ഭസ്മം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് ഭസ്മം കിട്ടാറുണ്ട്. പല ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോഴും പലരും ഭസ്മം വാങ്ങി അവിടെയും ഇവിടെയും എല്ലാം ഇട്ടുവെച്ച് ഇങ്ങനെ നടക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ഒരു തുള്ളി ഭസ്മം നമ്മുടെ കൈകളിൽ നിന്ന് താഴെ പോകുമ്പോൾ നമുക്ക് ഒരു പിറവി കൂടുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഐതിഹ്യത്തിൽ പറയുന്ന ഒന്ന്. ഭസ്മം ഒരിക്കലും താഴെ ഇടരുത്. നമ്മൾ ഭസ്മം വാങ്ങിക്കുന്നത് മുതൽ ധരിക്കുന്നത് വരെ ഒരുപാട് ചിട്ടകളുണ്ട്. അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ശിവഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നാണ് പറയുന്നത്. ഒരു ഗുരുനാഥനോട് ഒരു ശിഷ്യൻ ചോദിച്ചത്രേ, നമ്മുടെ പാപങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടി നമ്മൾ ഭസ്മം ധരിക്കുന്നു, പക്ഷേ ശിവഭഗവാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഭസ്മം ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചത്രേ. അതിന് ഗുരുനാഥൻ പറഞ്ഞ മറുപടി ഇതാണ്: എല്ലാവർക്കും തലവനായിട്ട് നിൽക്കുന്നത് നമ്മുടെ ശിവഭഗവാനാണ്. എല്ലാവരും ഭസ്മം ധരിക്കൂ, പാപങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും തലപ്പത്തിരിക്കുന്നവർ അത് ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് താഴെയുള്ളവരും അത് ഫോളോ ചെയ്യാൻ മടിക്കും. അവർ ചെയ്യുന്നില്ല, പിന്നെ നമ്മൾ എന്തിനു ചെയ്യണം എന്നുള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ എല്ലാവരുടെ പാപങ്ങളും ഈ രീതിയിൽ ഭസ്മം ധരിച്ചാൽ മാറിപ്പോകുമെന്ന് നമുക്ക് എടുത്തു കാട്ടുവാൻ വേണ്ടിയാണ് ശിവഭഗവാൻ നിത്യവും ഭസ്മം ധരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മളെല്ലാവരും ഭസ്മം ധരിക്കുന്ന രീതി ആയിരിക്കില്ല മന്ത്രദീക്ഷ വാങ്ങിയവർ ഭസ്മം ധരിക്കുന്ന രീതി എന്ന് പറയുന്നത്. അതായത് മന്ത്രദീക്ഷ എന്ന് പറയുമ്പോൾ ഗുരുവിൽ നിന്നും ഉപദേശം നേടിയവർ, അവർ ഭസ്മം ധരിക്കുന്ന രീതി തന്നെ വ്യത്യാസമാണ്. അതായത് 16 സ്ഥലങ്ങളിലാണ് ദീക്ഷ നേടിയവർ ഭസ്മം ധരിക്കേണ്ടത്. അതൊന്നും നമുക്കിപ്പോൾ ഇവിടെ വേണ്ട. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിൽ ചെന്നാലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇരിക്കുമ്പോഴോ ഭസ്മം ധരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ വളരെ ചുരുക്കി പറയാം. നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് ഭസ്മം വാങ്ങിക്കുന്ന സമയത്ത് ഭസ്മം എന്നുള്ളത് ഏറ്റവും പവിത്രമായ ഒന്നാണ്. ഐശ്വര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ മറുപേരാണ് ഭസ്മം എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും നമുക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പറയും, പക്ഷേ ഭസ്മത്തെ പോലെ പുനിതമായത് വേറെ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭസ്മം നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് എത്രമാത്രം താഴ്ന്ന് വാങ്ങിക്കുവാൻ സാധിക്കുമോ അത്രയും താഴ്ന്ന് ഭവ്യതയോടുകൂടി നമ്മൾ ആ ഭസ്മത്തെ നമസ്കാരം ചെയ്യുന്ന രീതിയിൽ, നമ്മൾ ആ ഭസ്മത്തിന് ബഹുമാനം കൊടുക്കുന്ന രീതിയിൽ കുനിഞ്ഞു നിന്ന് ഇടതു കൈ വലതു കൈയുടെ താഴെ വെച്ചതിനു ശേഷം ഭവ്യതയോടുകൂടി വാങ്ങിക്കണം എന്നാണ്. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞതിനു ശേഷം അത് കഴിവതും നമ്മുടെ വലം കൈയിൽ നിന്നും ഇടം കൈയിലേക്ക് മാറ്റാതെ നമ്മൾ ധരിക്കണം എന്നുള്ളതാണ് ശരിയായ രീതി. പക്ഷെ നമുക്ക് ചിലർക്ക് അതിന് സാധിക്കില്ല. നമ്മൾ വാങ്ങിച്ച് അത് ഇടത് കൈയിൽ കൊട്ടി അതിൽ നിന്നും എടുത്ത് നമ്മൾ ധരിക്കും. ഈ വലം കൈയിൽ തന്നെ വെച്ച് എങ്ങനെ ധരിക്കണമെന്നാൽ നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളം കൈയിൽ ഉണ്ടാകും ഭസ്മം. ആ ഭസ്മം നമ്മൾ നമ്മുടെ 5 വിരലുകളിലെ നടുവിലത്തെ 3 വിരലും ചേർത്ത് ആ ഭസ്മത്തെ തൊട്ട് അതിനുശേഷം നമ്മുടെ നെറ്റിയിൽ ഇടത് നിന്നും വലതിലേക്കാണ് ധരിക്കേണ്ടത്. ഇനി ചിലർ ഒരു വരി മാത്രമായിട്ട് ഭസ്മം ഇടുന്ന രീതിയുണ്ട്, ഒറ്റ വരി. അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ 3 വിരലുകൾ കൊണ്ടും ഭസ്മത്തെ നമ്മൾ നമ്മുടെ തിരുനെറ്റിയിൽ അണിയുന്നത് എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ ഒന്നാണ്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ ഭസ്മം ആർക്കെങ്കിലും കൊടുക്കുകയോ എടുക്കുകയോ ചെയ്യുന്ന സമയത്ത് ഈ ഋഷഭമുദ്ര രീതിയിലായിരിക്കണം ഭസ്മം എടുക്കേണ്ടത്. ഋഷഭമുദ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ശിവഭഗവാന്റെ വാഹനമായ നന്ദിദേവനെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ ആർക്കെങ്കിലും ഭസ്മം കൊടുക്കുകയോ എടുക്കുകയോ ചെയ്യുമ്പോൾ നന്ദി ഭഗവാൻ നമുക്ക് ഭസ്മം തന്ന് അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി ഭസ്മം നമ്മൾ വെള്ളത്തിൽ ചാലിച്ച് നെറ്റിയിൽ ധരിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഗുരുദീക്ഷ വാങ്ങിയവരാണ് സാധാരണ അങ്ങനെ ധരിക്കാറ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിൽ തെറ്റൊന്നും തന്നെയില്ല. നമ്മുടെ തലയിലെ നീർക്കെട്ടുകളെല്ലാം ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മുടെ നെറ്റിയിൽ ഭസ്മം ധരിക്കുക എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ
ക്ഷേത്രങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന ഭസ്മം നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ടതാണ്. അല്ലാതെ അവിടെയും ഇവിടെയും ഇടരുത്. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് പനി വരികയോ അല്ലെങ്കിൽ പെട്ടെന്ന് പേടിച്ച് നെറ്റി ഉണരുകയോ എല്ലാം ചെയ്യുന്ന സമയത്ത് അവർക്ക് തിരുനെറ്റിയിൽ ഭസ്മം ധരിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയെല്ലാം ഭസ്മം നമുക്ക് ധരിക്കാവുന്നതാണ്. ഭസ്മം എന്ന് പറയുമ്പോൾ ശിവഭഗവാന്റെ മറുരൂപമായി തന്നെയാണ് കാണുന്നത്. ശിവഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നവർ നെറ്റിയിൽ ഭസ്മമില്ലാതിരിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഭസ്മം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇടുക. എപ്പോഴും ഭസ്മം ധരിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം ചൊല്ലി നമ്മൾ ആകാശത്തേക്ക് നോക്കി വേണം ഈ ഭസ്മം ധരിക്കുവാനായിട്ട്. ഒരിക്കലും തല കുനിഞ്ഞു നിന്നുകൊണ്ട് ഭസ്മം ധരിക്കരുത്. വാങ്ങിക്കുമ്പോൾ തല കുനിഞ്ഞ് വാങ്ങിക്കാം, പക്ഷേ ഭസ്മം ധരിക്കുമ്പോൾ തല മുകളിലോട്ട് ഉയർത്തി ഒരു തുള്ളി പോലും താഴെ വീഴാതെ നമ്മൾ സൂക്ഷിച്ചു വേണം ഭസ്മം ഇടാനായിട്ട്. അങ്ങനെ നമ്മൾ തല മുകളിലോട്ട് ഉയർത്തിയിടുന്ന സമയത്ത് നമ്മുടെ രണ്ട് ഭുജങ്ങളിലുമാണ് ആ ഭസ്മം വീഴുന്നത്. അത് നമ്മുടെ ശരീരബലം കൂട്ടുവാൻ സഹായിക്കുന്ന ഒന്നായിട്ടാണ് പറയപ്പെടുന്നത്. ഓം നമഃ ശിവായ എന്നുള്ള പഞ്ചാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് ഭസ്മം ധരിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ശിവപുരാണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ, അത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻറ്റ് ചെയ്യുക. ശിവപുരാണം നമ്മുടെ തിരുവാസകത്തിലെ വരികളാണ് ശിവപുരാണം. നിങ്ങൾക്ക് പലരും കേട്ട് കാണും. അതായത് തമിഴ്നാട്ടിലുള്ള ഒരുപാട് പേരും നമ്മുടെ വീഡിയോകളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അവർക്കെങ്കിലും അറിയാൻ സാധിക്കും. നമഃ ശിവായ വാഴ്കനാഥൻ താൻ താഴ്വാഴ്ക ഇമെപ്പൊഴുതും എൻ നെഞ്ചിൽ നീങ്കാതാൻ താഴ്വാഴ്ക എന്ന് തുടങ്ങുന്ന മാണിക്യവാസകർ എഴുതിയ നമ്മുടെ തിരുവാസകത്തിലെ ശിവപുരാണം ചൊല്ലിയാൽ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർന്നു കിട്ടും. ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ള കാര്യമല്ല. അത് നമുക്ക് ചൊല്ലിയിടാം. ഇനി അത് നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഓം നമഃ ശിവായ ചൊല്ലി നമുക്ക് ധരിക്കാം. ഇനി രണ്ടാമതായിട്ട് മുരുകഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചാണ് നമ്മുടെ ഭസ്മം ധരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വந்த வினையும் வருகின்ற வல்வினையும் கந்தன் என்ற நாமம் கூறுகியில் என் செந்தூர் நகர சேவகா என்ற തിരുനീർ അണിവാർക്ക് മേവേ വരാതെ വിനയ് എന്ന മന്ത്രം ജപിക്കണം. ഈ മന്ത്രത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ആയിട്ടിട്ടുണ്ട്. അതായത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ, ഇനി നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നാൾകോൾ എന്നിവ മുഖാന്തരം വരുവാനിരിക്കുന്ന പ്രശ്നങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ എന്തു തന്നെയാവട്ടെ, നമ്മൾ കന്ദ എന്ന് വിളിച്ചുകൊണ്ട് തിരുച്ചെന്തൂരിലെ മുരുകഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭസ്മം ധരിച്ചു വരികയാണെങ്കിൽ അതൊന്നും തന്നെ നമ്മളെ തേടി വരില്ല എന്നാണ് പറയുന്നത്. അതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അത് ജപിച്ചുകൊണ്ടും നമുക്ക് ഭസ്മം ധരിക്കാവുന്നതാണ്. അങ്ങനെ മുരുകഭഗവാനെയാണെങ്കിലും ശിവഭഗവാനെയാണെങ്കിലും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭസ്മം ധരിക്കാം. ഇങ്ങനെ നമുക്ക് ഭസ്മം ധരിക്കാവുന്നതാണ്. ഇനി കുളിക്കാതെ ഭസ്മം ധരിക്കാമോ എന്ന് പലർക്കും സംശയമുണ്ട്. പണ്ടെല്ലാം സന്യാസിമാരും യോഗിമാരും എല്ലാം എല്ലാ സ്ഥലങ്ങളിലും പോയി കുളിക്കാൻ സാധിക്കില്ല. അവർ ശരീരശുദ്ധി, അതായത് മനസ്സ് അവരുടെ എപ്പോഴും ശുദ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ കയ്യും മുഖവും കഴുകി ഭസ്മം ധരിക്കും. ഭസ്മം ധരിച്ചാൽ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായി എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് പറയപ്പെടുന്നത്. അതുകൊണ്ട് കുളിക്കാതെയും സാഹചര്യങ്ങൾ അനുസരിച്ച് കുളിക്കാതെയാണെങ്കിലും നമുക്ക് ഭസ്മം ധരിക്കാവുന്നതാണ്. ഭസ്മമില്ലാതെ തിരുനെറ്റി ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. ഭസ്മമില്ലാതെ ധരിക്കാതെ നമ്മൾ ഒരു ദിവസം പോലും ഉണ്ടാകരുത് എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞതെല്ലാം നമ്മൾ സാധാരണക്കാർക്ക് ധരിക്കാവുന്ന രീതിയാണ്. ഇനി ദീക്ഷ നേടിയവർ 16 സ്ഥലങ്ങളിൽ ശരീരത്ത് ഭസ്മം ധരിക്കണമെന്ന് പറഞ്ഞു. അത് അവർക്ക് ദീക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ ഗുരുപദേശത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് അത് അറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിവിടെ പറയാം. നമ്മുടെ തലയുടെ ഉച്ചിയിൽ, നെറുകയിൽ നമുക്ക് ഭസ്മം ഇടണം. അതിനുശേഷം രണ്ടാമതായിട്ട് നെറ്റിയിൽ, മൂന്നാമതായിട്ട് നമ്മുടെ നെഞ്ചിൽ അല്ലെങ്കിൽ മാർഭാഗത്തിടണം. പിന്നെ നാലാമതായിട്ട് നമ്മുടെ വയറിൽ നമുക്ക് ഭസ്മം ധരിക്കണം. അഞ്ചാമത് ഇടത് തോള്, ആറാമത് വലത് തോള്, ഏഴാമത് നമ്മുടെ ഇടത് കൈയുടെ മണിക്കെട്ട് എന്ന് പറയും. അതുപോലെ എട്ടാമത്തെ വലത് തോളിൻ്റെ മണിക്കെട്ട്, പിന്നെ ഇടത് കൈയുടെ മണിക്കെട്ട്, വലത് കൈയുടെ മണിക്കെട്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എത്രയും 10 ആയില്ലേ. പിന്നെ 11ാമത്തെ നമ്മുടെ ഇടുപ്പ് ഭാഗത്ത്, 12ാമത്തെ നമ്മുടെ വലത് സൈഡ് ഇടുപ്പ് ഭാഗത്ത്, 13ാമത്തെ കഴുത്ത് മുഴുവനായിട്ടും, 14ാമത് വലത് ചെവിയുടെ ഒരു സൈഡും, 15ാമത് ഇടത് ചെവിയുടെ ഒരു സൈഡും, 16ാമത്തെ നമ്മുടെ മുതുകിൻ്റെ
താഴെയായിട്ടും നമുക്ക് ഭസ്മം ധരിക്കേണ്ടതാണ്. ഇതാണ് ഗുരുദീക്ഷ നേടിയവർ ഈ രീതിയിലാണ് ഭസ്മം ധരിക്കുന്നത്. ചിലർ നിങ്ങളെ കാണുവാൻ സാധിക്കും, ഈ സന്യാസിമാർ, യോഗിമാർ, ദീക്ഷ നേടിയവരെല്ലാവരും നെറ്റി നിറയെ ഭസ്മം ഇട്ടിട്ടുണ്ടാകും. കയ്യിലും കാലിലും ഇടുപ്പിലും വയറിലും മുതുകിലും എല്ലാ സ്ഥലങ്ങളിലും അവർ ഭസ്മം ധരിച്ചിട്ടുണ്ടാകും. കഴുത്തിലെല്ലാം ഭസ്മം വാരി തേച്ചിട്ടുണ്ടാകും. ഇതെല്ലാം ശിവനടിയാർകൾ എന്നാണ് ഇവരെ പറയുന്നത്. ശിവഭഗവാന്റെ ശിഷ്യന്മാർ എന്നാണ് ഇവരെ എല്ലാവരെയും പറയുന്നത്. എല്ലാവർക്കും ശിവഭക്തരാകാൻ സാധിക്കും, പക്ഷേ ശിവനടിയാറാകണമെന്നുണ്ടെങ്കിൽ അത് ശിവഭഗവാൻ തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മറക്കരുത്. ചിലർ ചോദിക്കും, ഞാൻ കുറേ കാലം ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചു, കുറേ കാലം മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചു, കുറേ കാലം നമ്മൾ ഇപ്പോൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നു, പക്ഷേ എനിക്ക് ഏതിലും മുഴുമയാക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ അതിനെല്ലാം നമ്മൾ ഇനിയും 10 ജന്മം ജനിച്ചു വരണം. എങ്കിൽ മാത്രമേ ശിവഭക്തിയിൽ നമുക്ക് മുഴുവനായിട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ശിവഭക്തി എന്ന് പറയുന്നത് സാധാരണ ഒന്നല്ല, ശിവനടിയാർ എന്ന് പറയുന്നത് സാധാരണ ഒന്നല്ല. അതിനെല്ലാം തന്നെ കോടിക്കോടി പുണ്യം ചെയ്തിട്ടുണ്ടാകണം. പക്ഷെ നമുക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം കിട്ടില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമഃശിവായ എന്നുള്ള പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്ന ആർക്കും ശിവഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഭസ്മം മുറയായ ശരിയായ രീതിയിൽ എങ്ങനെ ധരിക്കണമെന്ന് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ദിവസവും ഭസ്മം ധരിക്കുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നമ്മുടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ തിരുനാമങ്ങൾ, തിരുകഥകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിട്ടേശായ നമഃ.